പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂൺ മാസം 10-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ കരുതിയത്. ആ കൈ ഉയർത്തിപ്പിടിച്ചിട്ട് കഴിഞ്ഞ പകൽക്കാലം നടത്തിയ കർത്താവിന്, അതായത് തിങ്കളാഴ്ച പകൽക്കാലം നമ്മളെ അത്ഭുതമായി നടത്തിയ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നിന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? ഒന്നോർത്ത് നോക്കി, എത്ര ശ്രേഷ്ഠമായിട്ട് കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. രാത്രിയിൽ വരാമായിരുന്ന അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ നിന്നൊക്കെയും നമ്മളെ വിടുവിച്ച് തൻ്റെ ചിറകിൻ്റെ മറവിൽ കഴിഞ്ഞ രാത്രികാലം നമ്മളെ സൂക്ഷിച്ച് നല്ല ഉറക്കം തന്ന കർത്താവിന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്, ആമേൻ, ശ്രേഷ്ഠമായി നമ്മളെ നടത്തുന്ന ദൈവത്തിന്, അത്ഭുതകരമായി നമ്മളെ നടത്തുന്ന ദൈവത്തിന് കരമുയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രമപ്പ, 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 സ്തോത്രം സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് വിടുവിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് സൗഖ്യമാക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് ഞങ്ങളെ യൗവനത്തെ കഴുകനെ പോലെ പുതുക്കി തരുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവീൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവീൻ. 47-ാം സങ്കീർത്തനം. അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, കർത്താവ് സർവ്വഭൂമിക്ക് മഹാരാജാവാകുന്നു. അതെ, 6-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തിന് സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ, നമ്മുടെ രാജാവിന് സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ. ദൈവം സർവ്വഭൂമിക്കും രാജാവാകുന്നു. ഒരു ചാതുര്യ കീർത്തനം പാടുവീൻ. ദൈവം ജാതികളെ ഭരിക്കുന്നു, ദൈവം അവന് വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയിൽ ഏകാഗ്രപ്പെടണം, ആരും അശ്രദ്ധരാകരുത് കേട്ടോ. പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്നുള്ള തിരുവഴുത്തിനായിട്ട് സ്തോത്രം. സഭയായി കർത്താവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. അപ്പാ, ഇനി ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരും വ്യക്തിപരമായി കർത്താവ് അനുഗ്രഹിക്കണം. ദൂതന്മാരാൽ എല്ലാവരെയും കർത്താവ് കാവൽ ചെയ്യണം. പരിശുദ്ധാത്മാവിനാൽ എല്ലാവരെയും കർത്താവ് നിറയ്ക്കണം. ഈ അന്ത്യകാലത്ത് ദൈവിക പദ്ധതി പ്രകാരം എല്ലാവരെയും കർത്താവ് ഉപയോഗിക്കുമാറാകണം. ആത്മാവിൻ്റെ ശക്തിയും കൃപകളും തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകർന്ന് ദൈവം എല്ലാവരെയും ഉപയോഗിക്കുന്നതിന് സ്തോത്രം. രോഗികളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോട്ടെ. പ്രത്യേകിച്ച് തൊണ്ടയ്ക്ക് വേദനയായിട്ട്, തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ തൊണ്ടയ്ക്കുള്ള മുറിവുകൾ, തൊണ്ടയ്ക്കുള്ള അസ്വസ്ഥതകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ പനിയുടെ അസ്വസ്ഥതകളും വൈറൽ ഫീവറിൻ്റെ അസ്വസ്ഥതകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പൂർണ്ണ സൗഖ്യവും സ്വസ്ഥതയും തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് അയച്ചിരിക്കുന്നതിനായി സ്തോത്രം. തലയുടെ പിറകിൽ വേദന അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതി സൗഖ്യമാകട്ടെ. തലയുടെ പിൻഭാഗത്തായിട്ട് വേദന അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ശരീരത്തിൽ ഉള്ള എല്ലാ അസ്വസ്ഥതകളും മാറി ദൈവിക ആരോഗ്യവും ദൈവിക സൗഖ്യവും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ പ്രത്യേകിച്ച് ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വഴി തുറക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മിറക്കിളായി വാതിലുകൾ തുറന്നു വരട്ടെ. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ, ഈ മാസം വാടക കൊടുത്തിട്ടില്ല, ഇലക്ട്രിസിറ്റിയുടെ ബില്ല് അടച്ചിട്ടില്ല, ഇങ്ങനെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ വിടുവിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഫൈനാൻഷ്യൽ റിസോഴ്സുകൾ ഉണ്ടാകട്ടെ. സാമ്പത്തികമായ വഴികൾ തുറന്നു വരുന്നതിനായിട്ട് സ്തോത്രം. ജോലിയില്ലാത്തവരെ അനുഗ്രഹിച്ചല്ലോ, സ്തോത്രം. വഴി തുറന്നല്ലോ, അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾ, ആൺകുഞ്ഞുങ്ങളായാലും പെൺകുഞ്ഞുങ്ങളായാലും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ധരിക്കുന്നു. കർത്താവേ, തക്ക വിവാഹാലോചനകൾ വരട്ടെ, തക്ക സമയത്ത് അവർ വിവാഹം നടക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക അത്ഭുതം നടക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ,
എല്ലാ കാര്യത്തിലും അങ്ങനെ കൃപയുണ്ടാകണം. ലോകവ്യാപകമായ ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മമഴയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ആത്മാവിൽ നിറയട്ടെ, പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കട്ടെ, പുതുബലം പ്രാപിക്കട്ടെ. ദൈവാത്മാവെ, അങ്ങ് എല്ലാവരെയും ഒന്ന് സഹായിക്കണമേ. ലോകവ്യാപകമായൊരു ഉണർവിനെ അങ്ങ് സഹായിക്കണം. കർത്താവിൻ്റെ ദാസന്മാരെ, ദാസിമാരെ, അവരുടെ കുടുംബാംഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലായിടത്തും വലിയ പകർച്ച ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ നാമം എല്ലായിടത്തും ഉയരപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയിൽ എല്ലാവരെയും കർത്താവ് പൊതിയട്ടെ. പ്രത്യേകിച്ച് കർത്താവ് അനുവദിക്കുന്ന പക്ഷേ നാളെ രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. പ്രാർത്ഥനയോടുകൂടെ വേണം നിങ്ങൾ പങ്കെടുക്കുവാൻ. ഇന്നലെ പറഞ്ഞതുപോലെ ഇന്നലെ നല്ല അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു. എക്സ്പെക്റ്റഡായിട്ട് വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് സഹായിക്കും. ഇന്നത്തെ പ്രഭാതത്തിൽ കർത്താവ് ഓർപ്പിക്കുന്ന വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്: ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് ഞാൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം ആരാണെന്ന് മനസ്സിലാക്കി വേണം ദൈവത്തെ ആരാധിക്കുവാൻ. വെറുതെ ഒരു ആരാധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ദൈവം ആരാണ്? അതാ പറയുന്നത്. ദൈവത്തെ ഭയപ്പെട്ട് അവനെ മഹത്വം കൊടുപ്പീൻ. അതായത് കർത്താവിനെ, ആ ദൈവം ആരാന്ന് മനസ്സിലാക്കി അവന് തക്കതായ മഹത്വമാണ് ദൈവമക്കൾ കൊടുക്കേണ്ടത്. ഒരു ദൈവവൈതൽ തിരിച്ചറിയണം, ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണ്. ഇന്ന് ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയുക, അവൻ ന്യായാധിപതിയാണ്, അതായത് രാജാവാണ്, സൃഷ്ടികർത്താവാണ്. അവൻ ഹല്ലേലൂയ സ്തോത്രം, നീരുറവുകളെയും ഭൂമിയെയും ആകാശത്തെയും ഒക്കെ ഉണ്ടാക്കിയ ദൈവമാണ്. അതുമാത്രമല്ല, അവൻ വിശുദ്ധനായ ദൈവമാണ്, അവൻ പരിശുദ്ധനാണ്, മഹത്വം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ്. ഇതുപോലെ പലത് നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയും. ആ മനസ്സിലാക്കുന്ന ആ ദൈവിക വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ അവന് വേണ്ടുന്നതായ ബഹുമാനവും ഭക്തിയും ദൈവമക്കൾ കൊടുക്കണം. പലപ്പോഴും നമ്മൾ അങ്ങ് ആരാധിക്കുക, നമ്മളൊരു പാട്ട് പാടുന്നു, കൈ ചുമ്മാതെ പൊക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നു, അതല്ല ആരാധന. ഇപ്പം ഒരു VIP സ്റ്റേജിൽ കയറി വരുമ്പോൾ അദ്ദേഹം ആരാണോ അതിനനുസൃതമായിട്ടാണ് ആ സ്റ്റേജിൽ സ്വീകരണം കൊടുക്കുന്നത്. ആമേൻ. വ്യത്യസ്തമായ VIPs ഉണ്ട്. പ്രധാനമന്ത്രിമാരുണ്ട്, മന്ത്രിമാരുണ്ട്, അങ്ങനെ അവർക്കൊക്കെ വ്യത്യസ്തമായ പ്രോട്ടോക്കോളുകളുണ്ട്. ഇതുപോലെ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തെ നമ്മൾ ആരാധനയിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ, നമ്മൾ ആരാധിക്കുമ്പോൾ നമുക്കും ആ ദൈവം ആരാന്ന് തിരിച്ചറിഞ്ഞ് വേണം ആരാധിക്കാൻ. അപ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ സന്ധ്യാപ്രാർത്ഥനയിലായാലും നിങ്ങളുടെ പ്രഭാത പ്രാർത്ഥനയിലായാലും നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം ആരാന്ന് മനസ്സിലാക്കി, ഈ ദൈവം സർവശക്തനാകുന്നു, ഈ ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. ആമേൻ. ഈ ദൈവം ആമേൻ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവമാകുന്നു എന്ന തിരിച്ചറിവോടുകൂടെ വേണം നമ്മുടെ ഭവനത്തിലാണെങ്കിലും നമ്മൾ ദൈവത്തെ ആരാധിപ്പാൻ. അത് ദൈവസഭയിൽ ദൈവമക്കളോടൊപ്പം ആരാധിക്കുമ്പോഴും നമ്മൾ ആ തിരിച്ചറിവോടുകൂടെ വേണം ആരാധിപ്പാൻ. എപ്പം കർത്താവിന് സ്തോത്രം പറഞ്ഞാലും, എപ്പം കർത്താവെ എന്ന് വിളിച്ചാലും കർത്താവ് ആരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകും. പലപ്പോഴും തിരിച്ചറിവില്ലാതെ നമ്മൾ പാട്ട് പാടുന്നു, ഉദാസീനമായി പാടുന്നു, മനസ്സിൽ മറ്റു പലതും ചിന്തിച്ചുകൊണ്ട് പാടുന്നു, നമ്മൾ കൈയും കാലും ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ കർത്താവിൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട്, ആ കർത്താവിൻ്റെ ആ മഹിമയെ വർണ്ണിച്ചുകൊണ്ട് പാടുവാൻ, മഹത്വീകരിക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി നമുക്ക് ആഴമായ വെളിപ്പാടുകളെ തരട്ടെ. പ്രാർത്ഥിക്കണം, കർത്താവെ അങ്ങയെ തിരിച്ചറിയുവാൻ, അങ്ങയുടെ ആ പൊന്മുഖം കാണുവാൻ, അങ്ങ് ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ആമേൻ ആ തിരിച്ചറിവിൽ ആ ദൈവത്തിന് തക്കതായ മഹത്വം കൊടുക്കുവാൻ, തക്കതായ ആരാധന അർപ്പിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും ഈ ദൈവത്തെ ആരാധിക്കുന്നത് ഒരു കുഞ്ഞുകളിയായിട്ട് എടുക്കരുത്, ഒരിക്കലും അത് ലാഘവത്തോടെ എടുക്കരുത്. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ പരിശുദ്ധനായ ദൈവമാണ്, അവനെ നമ്മൾ ഭയപ്പെടണം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ദൈവഭയം നമുക്കുണ്ടാകണം. ആമേൻ.
അല്ല, എല്ലാത്തിൻ്റെയും മുകളിൽ കർത്താവാണ്. അവൻ്റെ സാന്നിധ്യം ഈ ഭൂമിയെ മൂടുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അവൻ മഹത്വം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ്. അവൻ സൃഷ്ടികർത്താവാണ്. അപ്പം എല്ലാത്തിനും സൃഷ്ടിതാവായ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ഒരു ബോധ്യത്തിൽ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ നന്ദിയോടെ നമ്മൾ വേണം ആരാധിക്കാൻ. അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കി കൊടുക്കുക. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി നമ്മളെ ഒരുക്കട്ടെ. ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എപ്പോഴും നല്ലതാണ് കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും കർത്താവ് ആരാണെന്നുള്ള ബോധ്യത്തോടെ ചെയ്യുവാൻ പ്രാർത്ഥിച്ച് പരിശ്രമിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. അവൻ വലിയവനായ ദൈവമാണ്. ബഹുമാനത്തിന് യോഗ്യനായ ദൈവമാണ്. സ്തുതികൾക്ക് യോഗ്യനായ ദൈവമാണ്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ്റെ ബലത്താൽ ശത്രുക്കൾ അവന് കീഴടങ്ങുന്നു എന്നാണ് തിരുവെഴുത്ത് പറയും. അതുകൊണ്ട് ആ വലിയ ദൈവത്തെ കൊടുക്കേണ്ട മഹിമ, കൊടുക്കേണ്ട മഹത്വം അതേ അളവിൽ കൊടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.